വാഹനങ്ങളിലെ നിയമവിരുദ്ധ എയർഹോണുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കാനുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ വ്യാപക പരിശോധന. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കളമശ്ശേരിയിലും പരിശോധന നടക്കുന്നത്. പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറികൾ അടക്കമുള്ളവയിൽ നിന്ന് ഇത്തരത്തിൽ എയർ ഹോണുകളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയും ഉടൻ തന്നെ ആ ഹോണുകളിൽ നിന്ന് പല ഭാഗങ്ങളിലും അഴിച്ചു മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി ഇവരിൽ നിന്ന്, അതായത് ഈ ഡ്രൈവർമാരിൽ നിന്ന് പിഴ ഈടാക്കുന്ന ഒരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യമായാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിൽ ആകുന്നതെങ്കിൽ 2500 അതല്ല വീണ്ടും ഇത്തരത്തിൽ എയർഹോണിന് വേണ്ടി തന്നെ വീണ്ടും പിടിയിലാവുകയാണെങ്കിൽ 10,000 എന്ന നിലയിലാണ് ഇപ്പോൾ പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കോതമംഗലത്ത് വെച്ച് നടന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു പരിപാടിയിൽ ഒരു സ്വകാര്യ ബസ് ഇത്തരത്തിൽ എയർഹോൺ മുഴക്കിയതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായുള്ള പരിശോധന നടക്കുകയാണ്. 19-ാം തീയതി വരെയാണ് ഈ പരിശോധനകൾ നടക്കുക. ഇവിടെ കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള എയർ ഹോണുകൾ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് നശിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശവുമുണ്ട്. നമുക്ക് ഏതായാലും ഈ ഒരു ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാവുന്നതാണ്. സർ, ഇവരുടെ ഈ എയർ ഹോൺ എന്ന് പറയുന്നത് ശരിക്കും യാത്രക്കാർക്കും മാത്രമല്ല പൊതുജനങ്ങൾക്കടക്കം പ്രശ്നം ഉണ്ടാകുന്നതാണല്ലേ? എയർ ഹോൺ ഒരു പർട്ടിക്കുലർ ഡെസിബലിന് മുകളിലുള്ള സൗണ്ടുകൾ ആർക്ക് കേട്ടാലും, ഇപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് കേട്ടാലും അത് ബുദ്ധിമുട്ടാണ്, കർണപടങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഇതുപോലുള്ള വാഹനങ്ങൾ നമ്മൾ പിടിക്കുമ്പോൾ ഇവർക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ് ഈ എയർ ഹോൺ ഉണ്ടെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് മറ്റുള്ള പബ്ലിക്കിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എയർ ഹോൺ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും